നമസ്കാരം. അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ പറ്റി നിരവധി വാർത്തകളും വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഇടപെടലിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഇദ്ദേഹം ഒരു സമുദായവാദിയാണ് അല്ലെങ്കിൽ ഒരു മതവാദിയാണ് എന്നുള്ള ചില പോയിന്റുകളാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായത്. അതായത് അതായത് PDPയും ഒരുമിച്ച് കശ്മീരിൽ ഭരണത്തിലുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മെഹബൂബ മുഫ്തി എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇത്തരത്തിൽ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ചില മാധ്യമങ്ങൾ വളരെ വികൃതമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു അജിത് ഡോവലിനിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കിട്ടോ ഒരു പണി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ മാറ്റണം എന്നതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് തോന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ കണ്ടാൽ. അജിത് ഡോവലിന്റേത് സാമുദായിക വിദ്വേഷത്തിന്റെ ഡോഗ് വിസിൽ എന്ന് പറഞ്ഞാൽ നായ്ക്കളെ വിളിക്കുന്ന വിസിലാണ്. പ്രത്യേക ഫ്രീക്വൻസിയിൽ മാത്രം ശബ്ദം കേൾക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റില്ല, എന്നാൽ നായ്ക്കൾക്ക് കേൾക്കാം. അത്തരത്തിൽ ഒരു ഡോഗ് വിസിലാണെന്നാണ് മെഹബൂബ മുഫ്തി പറയുന്നത്. അതായത് രാജ്യത്ത് വിഘടനവാദം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ. ഒരു രാജ്യത്തിന്റെ സുരക്ഷ കൃത്യമായി തന്നെ ഇത്രയും കാലം നടപ്പിലാക്കി, ഇനിയും നടപ്പിലാക്കും ആരെന്ത് പറഞ്ഞാലും എന്നുള്ള ഒരു നീക്കത്തിൽ മുമ്പോട്ട് പോകുന്ന അതിസമർത്ഥനും ബുദ്ധിമാനുമായ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ. തലശ്ശേരി കലാപത്തിന്റെ സമയത്ത് ഒരു പ്രത്യേക ഇന്നത്തെ ഒരു ഭരണാധികാരി അന്ന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന കഥ നമുക്ക് ഓർമ്മയുണ്ട്, ആവർത്തിക്കുന്നില്ല. രാജ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാമുദായിക വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ചേരാൻ തീരുമാനിച്ച് ഡോഗ് വിസിൽ മുഴക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിന് കാരണം എന്നറിയില്ല. ആക്രമണങ്ങളുടെയും കീഴടങ്ങളുടെയും വേദനാജനകമായ ചരിത്രത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ അതിർത്തികളിൽ മാത്രമല്ല സാമ്പത്തികമായി ഉൾപ്പെട്ട മറ്റെല്ലാ രീതിയിലും സ്വയം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഡൽഹിയിൽ നടന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഉദ്ഘാടന വേളയിലെ ഒരു പ്രസ്താവന അജിത് ഡോവൽ നടത്തി. ആക്രമണങ്ങളുടെയും കീഴടങ്ങളുടെയും വേദനാജനകമായ ചരിത്രത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ അതിർത്തികളിൽ മാത്രമല്ല സാമ്പത്തികമായി ഉൾപ്പെടെ മറ്റെല്ലാ രീതിയിലും സ്വയം ശക്തിപ്പെടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ. ഇന്ത്യക്കകത്ത് അതിർത്തികളിൽ മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ രാജ്യത്തിനെതിരെ, രാജ്യത്തിന്റെ പൊതുവികാരങ്ങൾക്കെതിരെ, രാജ്യത്തിന്റെ ഐക്യത്തിനെതിരെ, രാജ്യത്തിന്റെ പുരോഗതിക്കെതിരെ, വികസനത്തിനെതിരെ മത തീവ്രവാദ ശക്തികൾ, ഈ മെഹബൂബ മുഫ്തി അവർ വെള്ളപൂശാൻ ശ്രമിക്കുന്ന മത തീവ്രവാദ ശക്തികൾ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും കാശ്മീരിലും കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികൾ ഇവിടെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര വിഭാഗവും അജിത് ഡോവലും ഒക്കെ അതിശക്തരായതുകൊണ്ടും അതിബുദ്ധിമാന്മാരായതുകൊണ്ടും സമർത്ഥരായതുകൊണ്ടും മാത്രം കിട്ടുപോയ കലാപങ്ങൾ എത്രയുണ്ട്. ഡൽഹി കലാപത്തിൽ നമുക്കറിയാം എന്തെല്ലാം സംഭവിച്ചേനെ. ബോംബുകളും തോക്കുകളും വീപ്പകണക്കിന് പെട്രോളും ഒക്കെ സൂക്ഷിച്ചു വെച്ച ചരിത്രം നമ്മൾ കണ്ടു. അതിനുശേഷം എവിടെയെല്ലാം കലാപങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചു ഈ മത തീവ്രവാദ ശക്തികൾ. ഇതിൽ പലരും മെഹബൂബ മുഫ്തിയുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ആയിരിക്കാം. ഈ സ്ത്രീ എന്ത് പറഞ്ഞാലും അജിത് ഡോവലിന് ഒന്നുമില്ല. ഇവരൊരു മുൻ മുഖ്യമന്ത്രി മാത്രമാണ്, ഒരു പാർട്ടിയുടെ, ലോക്കൽ പാർട്ടിയുടെ, PDP, മദനയുടെ PDP അല്ല, അവിടുത്തെ PDP ആണ്. പിന്നെ ഇത് രാജ്യത്തിന് എതിരായ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കുന്നു, അതിനെ എതിർത്തുകൊണ്ട് ഡോഗ് വിസിൽ മുഴക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇനിയും ഡോഗ് വിസിലുകൾ മുഴക്കിക്കൊണ്ടേയിരിക്കും. ഇനിയും രാജ്യത്തിന്റെ സുരക്ഷ അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനാണ് അജിത് ഡോവലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമിച്ചിരിക്കുന്നത്. മെഹബൂബ മുഫ്തിയുടെ ഡയലോഗും അഭിപ്രായങ്ങളും നിങ്ങളുടെ മനസ്സിലിരിപ്പും നിങ്ങളുടെ തീവ്രവാദ മനസ്സും ഒക്കെ തന്നെ അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അജ്ഞാതരാൽ എന്തെങ്കിലും സംഭവിച്ചേക്കാം. അതാണ് അജിത് ഡോവൽ. സാധാരണ പ്രധാനമന്ത്രിയെ പറയുന്നത് പോലെയോ അമിത്ഷായെ പറയുന്നത് പോലെയൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരമറിയും അതാരായാലും.